Hi friends, today we are going to discuss about a simple and beautiful poem from a railway carriage. അല്ലെ നമ്മുടെ 8th സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് പോം ആണിത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോം ആട്ടോ. വളരെ നിങ്ങൾക്ക് ഒരുപാട് മീനിങ്ങുകളൊന്നും അറിയില്ലെങ്കിൽ പോലും വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പോമാണ് ഫ്രം എ റെയിൽവേ കാരേജ് അല്ലെ. സ്റ്റീവൻസന്റെ പോമാണ് കേട്ടോ. നോക്കാം, അതിനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. Children who have traveled by trains would have had an exciting experience. അല്ലെ മക്കളെ, അതൊരു സത്യമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിൽ പോയിട്ടുള്ള ഒരു യാത്രാ എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതാണ്? മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ അല്ലെ, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ മക്കൾക്കൊക്കെ പല ആളുകളും ചോദിക്കും നമുക്ക് ട്രെയിനിൽ പോവല്ലേ. അവർക്ക് വല്ല ബസ്സിലോ അതുപോലെ കാറിലോ ഒക്കെ പോകുന്നതായിട്ടും ഒരുപാട് ഇഷ്ടം അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് അല്ലെ. അത് അവർക്ക് വലിയൊരു എക്സ്പീരിയൻസ്, അവർക്ക് മാത്രമല്ല നമുക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മെയിനായിട്ട് ട്രെയിൻ യാത്ര അത് വളരെ സ്പീഡായിട്ടുള്ള യാത്രയാണ്. എപ്പോഴും സ്റ്റോപ്പ് നിർത്തുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെ. ക്ഷീണമൊക്കെ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അത് മാത്രമല്ല അത് പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ ആയിരിക്കും അധികം പോവുക അല്ലെ. അധികം ഒരു ടൗൺ ഏരിയയിലൂടെ ആവില്ല അത് കടന്നു പോവുക. വളരെ മനോഹരമായിട്ട് ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും അധികവും നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാം. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിലും എന്തായിരിക്കും, അത്ഭുതമായിരിക്കും അവർക്ക് എല്ലാ കാഴ്ചകളും. ഓക്കെ, so besides the rhythm and movements of the train, there are the rushing scenes outside the window to look at. അല്ലെ, എന്താണ് ട്രെയിനിന്റെ ആ ഒരു മൊമെന്റ്സും റിതം, മീൻസ് എന്താ ട്രെയിൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റ്സ് ഉണ്ടല്ലോ, അതും അതുപോലെ ആ റിതം, അതിന്റെ ഒരു സൗണ്ടും, ഇത് രണ്ടും അല്ലാതെ തന്നെ ഇത് രണ്ടും കൂടാതെ there are the rushing scenes outside the window അല്ലെ. സ്പീഡിലാണ് അല്ലെ, റഷ്യൻ സീൻസ് ആണ് അല്ലെ. സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജനലിലൂടെ കാണുന്ന കാഴ്ചകളും എല്ലാം എന്താണ്, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ആ സൗണ്ടും അതിന്റെ ആ മ്യൂസിക്കിലുള്ള ആ ഒരു മ്യൂസിക്കോട് കൂടിയിട്ടുള്ള ആ ഒരു യാത്രയുടെ വരുന്ന ആ സൗണ്ടും പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും എല്ലാം എന്താണ്, വളരെ മനോഹരമാണ് അല്ലെ. Here the poet presents the thrilling experience of a train journey in the 19th century. അല്ലെ, ഇവിടെയും നമുക്ക് പോയിട്ട് എന്ത് ചെയ്തിരുന്നുണ്ട്, ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ഒരു ട്രെയിൻ യാത്രയുടെ ഒരു ജേണിയുടെ വളരെ എക്സ്പീരിയൻസ്, അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ റൈറ്ററെ ഒന്ന് പരിചയപ്പെടാം അല്ലെ. വലിയൊരു പ്രസക്തിയൊന്നും നമുക്ക് റൈറ്ററെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്കറിയാം റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. എന്താണ് അവരുടെ ഇയേഴ്സിനൊക്കെ അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നോക്കാം, ഹി വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്. അദ്ദേഹം ആരാണ്? ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്, പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവലർ ആയിട്ട് അല്ലെ. യാത്രകൾ റൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെ. അതുകൊണ്ടാണ് ഇത് ട്രെയിൻ യാത്ര നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ. ട്രാവൽ റൈറ്റർ ആണ്, എസ്സേയിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ് അല്ലെ. He is well known for his children's classic too അല്ലെ. അദ്ദേഹത്തിന്റെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള വർക്സുകളൊക്കെ വളരെ എന്താണ്, ഫേമസ് ആയിട്ടുള്ളതാണ്. His most famous works are Treasure Island. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്സുകൾ നോക്കാം. Treasure Island, Kidnapped and Strange Case of Dr. Jekyll and Mr. Hyde, and he also composed music for the Flag College. Okay, അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കുകളാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. Then he also composed the music for the Flag College, a kind of keyed soprano recorder എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാല് ഫ്ലാഗ് കൊലറ്റ് മീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗൂഗിളിലൊക്കെ അടിച്ചാൽ കാണാം, നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് ഓടക്കുഴലാണ് കേട്ടോ. അതിങ്ങനെ ഒരു ഓടക്കുഴൽ പോലത്തെ ഒരു സംഭവമാണ്. അതിങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതിലും മ്യൂസിക് കമ്പോസ് ചെയ്യാൻ അദ്ദേഹം അതിലും വളരെ ഒരു പ്രസക്തി ആർന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. നമുക്ക് നോക്കാം നമ്മുടെ പോം. വളരെ സിമ്പിൾ ആട്ടോ, വളരെ ചെറിയൊരു പോമാണ്. നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ട്രെയിൻ യാത്ര ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ആ പിക്ചർ ഒന്ന് നോക്കാം കേട്ടോ. പോം കാണുന്നതിന് മുമ്പ് ആ പിക്ചർ ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് പോം ഒന്ന് നോക്കാം. Faster than fairies, faster than witches, bridges and houses, hedges and ditches, and charging along like troops in a battle, all through the meadows, the horses and cattle, all of the sight of the hill and the plains, fly as thick as driving rain, and ever again in the wing of an eye, painted station whistle by. Okay, നോക്കാം.
ഫാസ്റ്റർ ദാൻ ഫയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ് എന്നാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. നിങ്ങളുടെ ഓരോ വേർഡിന്റെയും, നിങ്ങൾക്ക് അറിയാത്ത വേർഡിന്റെ മീനിങ് ഒന്ന് എഴുതിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ കവിത നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഫെയറീസ്. ഫെയറീസ് എന്താണ്? മാലാഖ എന്നൊരു അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് യക്ഷി അല്ല എന്നൊരു അർത്ഥത്തിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ദെൻ വിച്ചസ്. വിച്ചസ് മീൻസ് എന്താണ്? ദുർമന്ത്രവാദികൾ അല്ലെ. ദെൻ ബ്രിഡ്ജസ്. ബ്രിഡ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാലങ്ങൾ അല്ലെ. ഹെഡ്ജസോ വേലി, അല്ലെങ്കിൽ ഇങ്ങനെ കിടങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ പോകുമ്പോ ഇങ്ങനെ കിടങ്ങുകൾ ഇങ്ങനെ കാണൂല, നമ്മളിങ്ങനെ പാടത്തിന്റെ ഒക്കെ സെന്ററിലൊക്കെ കാണാം ചില സമയത്ത് ഇങ്ങനെ കിടങ്ങുകൾ, വെള്ളം ഇങ്ങനെ പോകാനുള്ള കിടങ്ങ് കേട്ടോ, അത്. ദെൻ ഡിച്ചസ് മീൻസ് കിടങ്ങുകൾ, ചാലി. ചാർജിങ് മീൻസ് എന്താണ്? മുന്നോട്ട് കുതിച്ചു പോവുക, മുന്നോട്ട് പോവുക കേട്ടോ. ട്രൂപ്സ് മീൻസ് എന്താണ്? സൈനികർ. ബാറ്റിൽ മീൻസ് യുദ്ധം അല്ലെ. മെഡോസ് മീൻസ് പുൽത്തകിടി അല്ലെ, പുൽത്തകിടി. ഹിൽ മല. പ്ലെയിൻ നിശ്ചലമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെ, ഇങ്ങനെ പരന്നു കിടക്കുന്ന സ്ഥലങ്ങൾ. ഡ്രൈവിംഗ് റെയിൻ അതിശക്തമായിട്ടുള്ള മഴ അല്ലെ. വിങ് ഓഫ് ആൻ ഐ അല്പസമയത്തിനുള്ളിൽ. വിങ് ഓഫ് ഐ അല്പസമയത്തിനുള്ളിൽ എന്നൊരു അർത്ഥമുണ്ട്, കണ്ണ് ചിമ്മി തുറക്കുന്ന ഒരു സമയം അല്ലെ, അത്ര. ദെൻ വിസിൽ ബൈ ചൂളമടിച്ചുകൊണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മീനിങ് ആ വേർഡിന്റെ മുകളിലായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കവിത വായിക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ഫാസ്റ്റർ ദാൻ ഫയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ് അല്ലെ. 2 ലൈൻസ് കൂട്ടി വായിക്കുമ്പോഴാണ് ഒന്നും കൂടെ മീനിങ് ഈസി ആയിട്ട് കിട്ടുക, അത് കണക്റ്റഡ് ആയിരിക്കും. സോ ഡിച്ചസ് എന്താണ്? കിടങ്ങുകളും അതുപോലെ പാലങ്ങളും വീടുകളും, പാലങ്ങളും വീടുകളും എഡ്ജസിലെ വേലികളും എല്ലാം എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഫാസ്റ്റർ ദാൻ വിച്ചസ് ആൻഡ് ഫാസ്റ്റർ ദാൻ ഫെയറീസ് അല്ലെ. ദുർമന്ത്രവാദിയെക്കാളും അതുപോലെ ഫെയറീസിലെ മന്ത്രവാദികളെക്കാളും പ്രേതങ്ങളെക്കാളും അല്ലെങ്കിൽ യക്ഷികളെക്കാളും എല്ലാം സ്പീഡിലാണ് അദ്ദേഹത്തിന്റെ മുന്നിലൂടെ, ഈ സൈഡിലൂടെ അദ്ദേഹം യാത്ര ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവര് പോകുന്നതിനായിട്ടും സ്പീഡിലായിട്ടാണ് എന്ത് പോകുന്നത്? ഹൗസുകളും ബ്രിഡ്ജുകളും കടങ്ങുകളും പാലങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചയിലൂടെ ഇങ്ങനെ ഓടിപ്പോകുന്നത്. ഓക്കെ, ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ആ സ്പീഡാണ് പറയുന്നത് കേട്ടോ. ദുർമന്ത്രവാദികളും യക്ഷികളൊക്കെ പോകുന്നതിന്റെ സ്പീഡിലാണ് അദ്ദേഹത്തിന്റെ മുന്നിലൂടെ ആ കാഴ്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹോസസുകളൊക്കെ വരുന്ന ഈ കാഴ്ചകൾ ഉണ്ടല്ലോ, ബ്രിഡ്ജ്, ഹഡ്ജ്, ഡിച്ചസുകളൊക്കെ, അതിലും സ്പീഡിലാണ് ആ കാഴ്ചകളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ ഇങ്ങനെ ഓടി മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. And charging along like troops in a battle all through the meadows in the horses and cattle അല്ലെ. കാറ്റിലുകളും ഹോഴ്സസും ഒക്കെ കാണുന്നില്ലേ നിങ്ങൾ ഇവിടെ, കാറ്റിൽസ് ഒക്കെ ഇങ്ങനെ പുല്ല് തിന്നുന്നത്. സോ കാളകളും അതുപോലെ കുതിരകളൊക്കെ മേയുന്ന പുൽത്തകിടികളിലൂടെ ഇതെങ്ങനെയാണ് പോകുന്നത്? കാറ്റിൽസും അതുപോലെ ഹോഴ്സസും ഒക്കെ പുല്ലു മേയുന്ന പുൽത്തകിടികളിലൂടെ ഇത് എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് കുതിച്ചോടുന്നത്? ബാറ്റിൽ ട്രോപ്സ് എന്ന് പറയുന്നത് അല്ലെ. യുദ്ധഭൂമിയില് സൈനികർ ഇങ്ങനെ പോകുന്നത് പോലെ, യുദ്ധഭൂമിയിലെ സൈനികർ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ സൈനികർ പോകുന്നത് പോലെയാണ് കാറ്റിൽസും ഹോഴ്സസും പുല്ല് മേയുന്നതിലൂടെ ഈ ട്രെയിൻ ഓടിപ്പോകുന്നത്. ഓക്കെ, അത് ഒരു ചെറിയൊരു ലൈക്ക് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം, ചെറിയൊരു കമ്പാരിസൺ ചെയ്ത് കൊടുത്തത് കേട്ടോ. ട്രോപ്സ് ഇൻ എ ബാറ്റിൽ അല്ലെ. യുദ്ധഭൂമിയിലെ സൈനികർ മുന്നോട്ട് പോകുന്നത് പോലെയാണ് ഈ കാറ്റിൽസും ഹോഴ്സസും ഒക്കെ പുൽമേയുന്നതിലൂടെ ഈ ട്രെയിൻ ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. all of the sight of the hills അല്ലെ. മലകളുടെ ആ കാഴ്ചകൾ, മലനിരകളുടെ ആ കാഴ്ചകൾ. ആൻഡ് പ്ലെയിൻ അല്ലെ, കുന്നും അതുപോലെ നിരന്നു നിൽക്കുന്ന പ്രദേശങ്ങൾ. പ്ലെയിൻ ആണ് എന്താ? നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളും. എങ്ങനെയാണ് പോകുന്നത്? ഫ്ലൈ ആസ് തിക് ആസ് ഡ്രൈവിംഗ് അല്ലെ. മഴ അല്ലെ, മഴകൾ ഇങ്ങനെ പെയ്തു പോകുന്നത് പോലെ അല്ലെ, മഴ പറന്നു പോകുന്നത് പോലെയാണ് പറയുന്നത് അല്ലെ. പെട്ടെന്ന് മഴ വന്നിട്ട് മഴ അങ്ങ് ഓടിപ്പോകില്ലേ, അതുപോലെ പാറിപ്പോവുകയാണ്. ഫ്ലൈ മീൻസ് എന്താണ്? പാറിപ്പോകും അല്ലെ. മഴ വന്ന് പോകുന്ന അതേ സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹിൽസുകളും പ്ലെയിൻസുകളും അദ്ദേഹത്തിന്റെ മുന്നിലൂടെ ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ പറന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. Okay, and ever again in the wing of an eye painted the station whistle by. Ever again
ഒക്കെ പോയിക്കൊണ്ടിരിക്കുക, ഒന്നും തിരിച്ചു വരില്ല അല്ലെ. എങ്ങനെയാണ് പോകുന്നത് ഈ ട്രെയിൻ? എങ്ങനെയാ പോകുന്നത്? കണ്ണടച്ച് തുറക്കുന്ന ആ ഒരു നിമിഷത്തിനുള്ളിൽ, കണ്ണിമ വെട്ടുന്ന ആ ഒരു നിമിഷത്തിന്റെ ഇടയിൽ എങ്ങനെ പോവാണ്? വിസിലടിച്ചുകൊണ്ട് ഓരോ സ്റ്റേഷനും കടന്ന് പോവാണ്. പിൻറ്റഡ് സ്റ്റേഷൻസ് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ ആട്ടോ, റെയിൽവേ സ്റ്റേഷൻസ് കേട്ടോ. അതെങ്ങനെയാ പോകുന്നത്? വിസിൽ ചെയ്തുകൊണ്ട് നമ്മള് ട്രെയിനിന്റെ വിസിലില്ലേ, ട്രെയിൻ ശബ്ദം, അതിനാണ് ഈ വിസിൽ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ട്രെയിനിന്റെ ശബ്ദത്തോട് കൂടിയിട്ട് വിസിലടിച്ചു കൊണ്ടിട്ട് കണ്ണ് മിന്നുന്ന തുറക്കുന്ന ആ ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ ഓടിക്കൊണ്ട് പോവുകയാണ് അല്ലെ, സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് മക്കളെ ഒന്ന് പറഞ്ഞേ. എങ്ങനെയാണ്? പാലങ്ങളും വീടുകളും അതുപോലെ വേലികളും കിടങ്ങുകളും ഒക്കെ ദുർമന്ത്രവാദികളും യക്ഷികളൊക്കെ പോകുന്നതിൻ്റെയായിട്ടും സ്പീഡിൽ എന്ത് ചെയ്യാണ്? മാഞ്ഞു മറിഞ്ഞിങ്ങനെ ഓടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അതുപോലെ ഹോർസസും അതുപോലെ കാറ്റിൽസ് ഒക്കെ മേയുന്ന പുൽത്തകിടിലൂടെ ട്രെയിൻ എങ്ങനെയാ പോകുന്നത് ഒന്ന് പറഞ്ഞ്. യുദ്ധഭൂമിയിൽ സൈനികർ പോകുന്നത് പോലെ അത്രയും അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹിൽസും പ്ലെയിൻസും ഒക്കെ മഴ വന്ന് പോകുന്നത് പോലെ അത്രയും സ്പീഡിൽ പാറി പറന്നു പോവുകയാണ്. സോ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി തിരിച്ചു വരില്ല. വിസിലടിച്ചുകൊണ്ട് കണ്ണിന്റെ ഇമ ചിമ്മുന്ന അതേ ഒരു സ്പീഡിൽ, അതുകൊണ്ട് കണ്ണിമ വെട്ടുന്ന പോലെ എന്ത് ചെയ്യാണ്? കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ സ്പീഡില് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോ കാഴ്ചകളും ട്രെയിനിലേത് പറയാണ് കേട്ടോ. Then here is a child who clambers and scrambles, all my himself and gathering brambles. Here is a trap who stands and gazes, and here is a green for stringing the daisies. Here is a cart run away in the road, lapping along with man and lord. And here is a mill and there is a river, each climbs and gone forever. അല്ലെ, നോക്കാം മീനിങ് നോക്കിയിട്ട് വരാം. ഗ്ലാമ്പേഴ്സ് മീൻസ് എന്താണ്? ബുദ്ധിമുട്ടി കയറുക, അതിനാണ് ഗ്ലാമ്പേഴ്സ് എന്ന് പറയാം അല്ലെ. സ്ക്രാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ബുദ്ധിമുട്ടി കയറാൻ, പെട്ടെന്ന് വലിഞ്ഞു കയറുക എന്നൊരർത്ഥം ഉണ്ട് കേട്ടോ സ്ക്രാമ്പിൾസിന്. ഓക്കെ, ദെൻ ഗാദറിങ് മീൻസ് എന്താണ്? ഒരുമിച്ച് കൂടുക അല്ലെ, ഒരുമിച്ച് എടുക്കുക അല്ലെ. പ്രാമ്പിൾസ് മീൻസ് എന്താണ്? ഞാറപ്പായം അല്ലെ, ഒരു ഞാറപ്പായത്തിനാണ് പ്രാമ്പിൾസ് എന്ന് പറയാം. ട്രാമ്പ് മീൻസ് നാടോടി കേട്ടോ. ട്രാമ്പ് മീൻസ് എന്താണ്? നാടോടി അല്ലെ. ഗേസ് മീൻസ് തുറിച്ചു നോക്കുക. സ്ട്രിങ്ങിങ് മീൻസ് ചുറ്റിപ്പിടിച്ച് കയറുക. ഓക്കെ, ചുറ്റിപ്പിടിച്ച് കയറുക, അതിനാണ് സ്ട്രിങ് എന്ന് പറയുക. ഓക്കെ, ഗ്രീൻ മീൻസ് എന്താണ്? പുൽപ്രദേശം. കാട്ട് മീൻസ് എന്താണ്? കാളവണ്ടി അല്ലെ. ലംബിങ് മീൻസ് ബുദ്ധിമുട്ടി മുന്നോട്ട് നീങ്ങുക. ഗ്ലിംസ് മീൻസ് എന്താണ്? ഒരു ഒറ്റ നോട്ടം അല്ലെ, ഒറ്റ നോട്ടം എന്നൊരർത്ഥത്തിൽ അല്ലെ. Here is a child who clambers and scrambles അല്ലെ. ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഇനി ട്രെയിനിൽ നിന്നും പുറത്തോട്ടുള്ള കാഴ്ചകളാട്ടോ പറയുന്നത്. അവിടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഗ്ലാമ്പേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ് അല്ലെ, ബുദ്ധിമുട്ടി ഇങ്ങനെ വലിഞ്ഞു കയറുന്നുണ്ട് അല്ലെ, ബുദ്ധിമുട്ടി ഇങ്ങനെ കയറുന്നുണ്ട്. ഓൾ ബൈ ഹിംസെൽഫ് ആൻഡ് ഗാദറിങ് ബ്രാഞ്ചസ് അല്ലെ. അവൻ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടി വലിഞ്ഞു കയറിയിട്ട് ശേഖരിക്കുകയാണ് എന്ത്? ബ്രാമ്പിൾസ് അല്ലെ. ബ്രാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഞാവപ്പഴം എന്ത് ചെയ്യാണ്? പറിച്ചെടുത്തിട്ട് ഒരുമിച്ച് കൂട്ടുകയാണ്, ബുദ്ധിമുട്ടി വലിഞ്ഞ് മരത്തിന്റെ മുകളിൽ കയറിയിട്ട്. ഓക്കെ, Here is a tramp who stand and gazes. എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ട്രാം ഉണ്ട്, ഒരു നാടോടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇങ്ങനെ നിന്നിട്ട് തുറിച്ചു നോക്കാണ് ട്രെയിനില്. നമ്മൾ ട്രെയിനൊക്കെ ചില ആളുകൾ ട്രെയിനിൽ നോക്കി നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ഉള്ളിൽ നോക്കുന്ന ആൾക്ക് എന്ത് കാണും? അവിടെ ഒരു നാടോടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിന്നിട്ട് ഇങ്ങനെ തുറിച്ചു നോക്കാണ് ട്രെയിനിന്. ഓക്കെ, ദെൻ ഹിയർ ഇസ് എ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ദ ഡൈസീസ് അല്ലെ. അവിടെ ഒരു പുൽപ്രദേശം ഉണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുൽപ്രദേശമായിരിക്കും, പുൽത്തകിടി നിറഞ്ഞിട്ടുള്ള പുൽപ്രദേശം. ഫോർ സ്ട്രിങ്ങിങ് ദ ഡൈസീസ്, അത് ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്ത്? മഞ്ഞ കളറിലുള്ള ഡൈസീസ്. ഇത് നമ്മുടെ എവിടെയും കാണാറുണ്ട് ഈ കാഴ്ചകൾ അല്ലെ. ചില പാടത്തും ചില തോട്ടത്തിലൊക്കെ കാണാം, നിറയെ പച്ചപ്പുല്ല് ഇങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കും. ഒരു കുഞ്ഞു മഞ്ഞ പൂക്കൾ നമ്മളെ പാടത്തിന്റെ സൈഡിലൂടെ ഒക്കെ നടന്നു പോകുമ്പോ കാണാം. ഈവൻ എന്റെ വീടിന്റെ അടുത്തൊക്കെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ കാണാറുണ്ട്. ഇങ്ങനെ തെങ്ങ് തോട്ടം നിറയെ എന്തുണ്ട്? ഫുള്ള് ഇങ്ങനെ പുല്ലുകളുണ്ട്. അതിലിങ്ങനെ ഈ മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിറയെ കാണാം. ഓക്കെ, അതെന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ ഇവിടെയും തന്നെ ഗ്രീൻ ആയിട്ടുള്ള ഒരു പുൽത്തകിടിയിൽ ചുറ്റിപ്പിടിച്ചിട്ട് നിറയെ ഡെയ്സി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശവും കാണുന്നുണ്ട്.
Here is a cart run away in the road, lumbering along with a man and load. അല്ലെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാട്ട് അല്ലെ, ഒരു കാളവണ്ടി എങ്ങനെ പോകുന്നുണ്ട്, റോഡിലൂടെ പോകുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു മനുഷ്യനെയും ഒരു ലോഡ് അതിന്റെ പുറത്ത് കാളവണ്ടിയിൽ ലോഡ് കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ ആ ലോഡും ആ മനുഷ്യനെയും കാളവണ്ടി ചുമക്കുന്ന ആളെയും ചുമന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് അതിന്റെ ഒരു സൈഡിലൂടെ ഒരു കാളവണ്ടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആൻഡ് ഹിയർ ഇസ് എ മിൽ, അവിടെ ഒരു മില്ലുണ്ട്. ആൻഡ് ദർ ഇസ് എ റിവർ, അവിടെ ഒരു പുഴയുണ്ട്. ഓക്കെ, ഈച്ച് ക്ലിംസ് ആൻഡ് ഗോൺ അവർ, എല്ലാം എന്റെ കണ്ണിന്റെ മുന്നിലൂടെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഗോൺ ഫോർ അവർ, അതെല്ലാം എന്താണ്? ഈ കാഴ്ചകളെല്ലാം കാലാകാലത്തേക്കായിട്ട് പോയി മറിഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇതൊന്നും ഇനി തിരിച്ചു വരില്ല അല്ലെ. എല്ലാ കാഴ്ചകളും മാഞ്ഞു പോവാണ് അല്ലെ. അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് എല്ലാതും ഇങ്ങനെ മാഞ്ഞു എല്ലാ മനോഹരമായ കാഴ്ചകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എവർ, എന്നേക്കുമായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികൾ. ഡയറക്റ്റ് മീനിങ് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാട്ടോ. ഇൻഡയറക്റ്റ് മീനിങ്ങിലോട്ടും നിങ്ങൾ പോവേണ്ടതായിട്ട് ഈ ഒരു കവിതയിൽ വരുന്നില്ല. ഓക്കെ, നോക്കാം. പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോം അല്ലെ. പോയറ്റിക് ഡിവൈസസ് നമ്മൾ ഒരുപാട് എല്ലാ കവിതയിലും പറഞ്ഞിട്ടുള്ളതാണ്. പോയറ്റിക് ഡിവൈസസ് നമ്മൾ സെപ്പറേറ്റ് കവിതകളൊന്നും അല്ലാതെ തന്നെ പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്നും മെയിൻ ആയിട്ട് വരുന്ന പോയറ്റിക് ഡിവൈസസും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലെ പോയറ്റിക് ഡിവൈസസ് നോക്കാം. The rhythm of the poem echoes the rhythm of the train with the rhyme scheme suggests the sense of the repetition. The poem is written in rhyming couplets. ഈ ഒരു പോയത്തിന് ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു റിതം എന്ന് പറയുന്നത് ട്രെയിനിന്റെ റിതമാണ്. ട്രെയിൻ യാത്ര അല്ലേ. അപ്പൊ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്ന റിതം, നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോ ഒന്ന് നോക്കിയിട്ടുണ്ട്, ആ ട്രെയിൻ പോകുന്നതിന് ഒരു റിതം ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ഒരു സ്പീഡിലായിട്ടൊരു പോക്കല്ല അല്ലല്ലോ, ഇങ്ങനെ ഒരു നമ്മളെന്തോ ഒരു ചിക്ക് 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 എന്ന് പറഞ്ഞിട്ടൊരു പോക്ക് അല്ലെ. നമ്മളിങ്ങനെ ചുക്ക് 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 എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു റിതമാണ് അല്ലെ. അല്ലാതെ ഒറ്റ ഷൂ എന്ന് പറഞ്ഞിട്ടൊരു പോക്കല്ല ഇത് അല്ലെ. അപ്പൊ ആ ഒരു റിതമാണ് ഈ കവിതക്കും അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. നോക്കാം. Witches and ditches, battle and cattle, plain and rain, I and by. അല്ലെ, ഇതാണ് ഓരോ ലൈൻസിന്റെയും അവസാനം വരുന്നത്. നോക്കാം, നമുക്കൊരു ലൈൻ എടുത്ത് നോക്കാം. ഇവിടെ തന്നെ നോക്കാം. നോക്കിയേ, സ്ക്രാമ്പിൾസ് ആൻഡ് ബ്രാമ്പിൾസ് അല്ലെ. സ്ക്രാമ്പിൾസ് ആൻഡ് ബ്രാമ്പിൾസ് ഇത് നമ്മൾ എന്ന് കൊടുക്കാം അല്ലെ. സ്ക്രാമ്പിൾസ് നമ്മൾ കൊടുത്തു. ആ സെയിം സൗണ്ടും സെയിം റിതം തന്നെയാണ് അടുത്ത ലൈനിലും വരുന്നത്, ബ്രാമ്പിൾസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതും വേറെയല്ല, അപ്പൊ നമ്മൾ അതിനും കൊടുക്കും അല്ലെ. സെയിം ആണ് സ്ക്രാമ്പിൾസ് ബ്രാമ്പിൾസ്. അപ്പൊ ഇനി അടുത്തത് ഗെയ്സസ്. അപ്പൊ അതിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തായി, റിതം മാറി, അവിടെ റിതം മാറി. അപ്പൊ അതെന്താണ്? ബി ആണ് അല്ലെ. എന്താണ്? ഗെയ്സസ് ആൻഡ് ഡെയ്സീസ് സെയിം ഋതമാണ്, സെയിം അല്ലെ. ഗെയ്സസ് ഡെയ്സീസ് സെയിം ഋതമാണ്. അപ്പൊ ഈ ബി എന്നെ ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താണ്? എ ബി ബി. വീണ്ടും നോക്കിയ റോഡ് ആൻഡ് ലോഡ് അല്ലെ. ലോഡ് ആൻഡ് റോഡ്, അപ്പൊ വീണ്ടും സെയിം ആണ്. അപ്പൊ എ കൊടുക്കും അല്ലെ. ദെൻ അടുത്തത് റിവൻ ആൻഡ് ഫ്ലവർ, അപ്പൊ എന്താണ്? ബി ബി. അങ്ങനെയാണ് അതിന്റെ റിതം വരുന്നത്. ഓക്കെ, നോക്കാം. ഓക്കെ, ദെൻ ബാറ്റിൽ ആൻഡ് കാറ്റിൽ അല്ലെ. പ്ലെയിൻ ആൻഡ് റെയിൻ, ഐ ആൻഡ് ബൈ. സോ ഇതിന്റെ റിതം വരുന്നത് എ ബി ബി സി സി ഡി ഡി എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോ എ ബി ബി സി സി ഡി ഡി എന്നാണ് ഇതിന്റെ റിതം വരുന്നത് അല്ലെ. ഓരോന്നിനും ഇങ്ങനെ അതിന്റെ മാറ്റം വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ റൈമിംഗ് പാറ്റേൺ വരുന്നത് കേട്ടോ. നോക്കാം, എ ബി ബി സി സി ഡി ഡി എന്നാണ് ഇതിന്റെ റൈമിംഗ് പാറ്റേൺ വരുന്നത്. നോക്കാം. ദെൻ സിമിലി, a figure of speeches that directly compares two different things using words such as like, as, or. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്കോ ആസോ വെച്ചിട്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ അതിനാണ് സിമിലി എന്ന് പറയുന്നത് അല്ലെ. നോക്കാം, ഇവിടെ കണ്ടോ, ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽസ് എന്ന് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ എന്ന് നമ്മൾ പോമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതാണ് ഇവിടെ ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? യുദ്ധഭൂമിയിൽ സൈനികർ പോകുന്നത് പോലെയാണ് അത് കാറ്റിൽസും ഹോഴ്സസും ഒക്കെ ആ മിഡയിലൂടെ കടന്നു പോയതെന്ന് പറഞ്ഞു. അപ്പൊ ലൈക്ക് വരുമ്പോ എന്താണത്? സിമിലിയാണ് അല്ലെ. ദെൻ ഇവിടെ ആസ്തികാസ് അല്ലെ. എന്താണ്? മഴ വന്നല്ലേ, പെട്ടെന്നൊരു മഴ വന്ന് പോകുന്നതിന്റെ അങ്ങനെ പാറി പറന്നായിട്ടായിരുന്നു ആ കാഴ്ചകൾ പോയിരുന്നത്. സോ ആസും ലൈക്കും വന്ന എന്താണ്? സിമിലിയാണ്. ഓക്കെ, then alliteration അല്ലെ. റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം കോൺസണന്റ് സൗണ്ട് സെയിം ലൈൻ അല്ലെ. ഒരു വേർഡില്
ആദ്യ ലെറ്റർ കോൺസണന്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അല്ലെ, കോൺസണന്റ് സൗണ്ട് ആവണം കേട്ടോ. വവൽസ് അല്ലാത്ത കോൺസണന്റ് സൗണ്ട്സ് ഒരു ലൈനിൽ തന്നെ രണ്ടോ അതിൽ കൂടുതലോ വേർഡിന്റെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് അലിട്രേഷൻ ആണ്. ഇവിടെ നോക്കാം, ഫാസ്റ്റർ ഫയറീസ് കണ്ടോ, എഫ് വേർഡിന്റെ ആദ്യത്തിലാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് അലിട്രേഷൻ ആവുന്നത്. ദെൻ ഹൗസസ് ഹെഡ്ജസ് അല്ലെ, എച്ച് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ, അപ്പോ അലിട്രേഷൻ. ക്ലിയർ? ദെൻ അസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വവൽസ്, ഇവിടെ വരേണ്ടത് കൺസണന്റ് സൗണ്ട്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരിക. അസോണൻസ് പറഞ്ഞാല് എന്താണ്? വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരണം. വവൽ സൗണ്ട് എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അസോണൻസ് ആവും. നോക്കാം, എ ലിറ്റററി ഡിവൈസ് യൂസ്ഡ് ടു റെഫർ ദ റിപ്പീറ്റേഷൻ ഓഫ് ദ വവൽ സൗണ്ട്സ്. നോക്കാം, ഓൾ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഹിൽസ് ആൻഡ് ദ പ്ലെയിൻസ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട്? ഈ ഐ കാണുന്നുണ്ടോ? അത് ഉള്ളിലാണ്, തുടക്കത്തിലൊന്നല്ല, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? സൈഡ്സ് ആൻഡ് ദ ഹിൽസ് ആൻഡ് ദ പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഐ എന്ന് പറയുന്ന വവൽ സൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ ഫ്ലൈ ആസ് തിക് ആസ് ദ ഡ്രൈവിംഗ് റെയിൻ അല്ലെ, ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഇവിടെയൊക്കെ വവൽ സൗണ്ട് ഐ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇത് അസോണൻസ് ആണ്, അത് അലിട്രേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? സോ പോയറ്റിക് ഡിവൈസസ് ക്ലിയർ ആയി. റൈമിംഗ് പാറ്റേൺ ഏതായിരുന്നു? എ എ ബി ബി സി സി ഡി ഡി. ഇതാണ് ഈ പോമിന്റെ റൈമിംഗ് പാറ്റേൺ വരുന്നത്. ദെൻ 2 സിമിലീസ് വരുന്നുണ്ട്, അലിട്രേഷൻസ് വരുന്നുണ്ട്, അസോണൻസ് വരുന്നുണ്ട്. ഓക്കെ. ദെൻ ഇമാജിനറി പിന്നെ ഇഷ്ടം പോലെ വരും അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഏതൊക്കെ ടൈപ്പ് ഇമാജിനറി ഉണ്ട്? നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വരുന്ന പോലെയാണ് ഇമാജിനറി. വിഷ്വൽ ഉണ്ട് അല്ലെ, വിഷ്വൽ ഇമാജിനറി, ഓഡിറ്ററി ഇമാജിനറി ഉണ്ട് അല്ലെ, നമുക്ക് സ്മെല് ചെയ്യാൻ കഴിയുന്നതുണ്ട് അല്ലെ, ഓൾഫാക്ടറി ഇമേജസ് ഉണ്ട്, ടാക്ടൽ ഇമേജിൻ ഉണ്ട്, ഗസ്റ്റേറ്ററി ഇമേജസ് ഉണ്ട് അല്ലെ, സ്മെല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഇമേജിനറി ഉണ്ട്. നമുക്ക് ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. Poets use various imaginaries to evoke our sense of sight, sound, taste, touch, smell. അല്ലെ, ഇങ്ങനെ ഇതിനോടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇമേജസുകൾ ഉണ്ട്. റീഡർ ഗെറ്റ്സ് ബെറ്റർ ഇമാജിനേഷൻ ആൻഡ് എക്സ്പ്രഷൻസ് ഓഫ് ദ പോം അല്ലെ. നമുക്ക് നോക്കാം, വിഷ്വൽ ഇമാജിനറി ആണ്, ഫയറീസ് അല്ലെ. നമുക്ക് ഇങ്ങനെ ഒരു പ്രേതം, ദുർമന്ത്രവാദി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കണ്ട ഫിലിംസിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഫയറിയുടെ ഒരു വിഷ്വൽ ഇമേജ് കിട്ടും അല്ലെ, കാണാൻ സാധിക്കും അല്ലെ. സോ അതൊരു വിഷ്വൽ ഇമേജ് ആണ് അല്ലെ. അതുപോലെ വിച്ചസ്, ഞാൻ പറഞ്ഞ പോലെ മീഡോസ്, പുൽത്തകിടി നമുക്ക് കാണാൻ കഴിയും അല്ലെ. ചാർജിങ് ട്രൂപ്സ് അല്ലെ, സൈനികർ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ദെൻ ഹിൽസ്, മലകള്, തായ്വാരങ്ങള്, പെയിന്റഡ് സ്റ്റേഷൻസ് അല്ലെ, ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ, നമുക്ക് ഇങ്ങനെ പോയം ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കാണാൻ സാധിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് കിട്ടിയ ആ ഇമേജിനെ അവർ കണ്ട കാഴ്ചകൾ നമുക്ക് അതേപോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇമേജുകൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഓഡിറ്ററി ഇമേജസ് അല്ലെ, കേൾക്കാൻ സാധിക്കുന്നത്. സൗണ്ട് ഓഫ് ദ വിസിൽസ് അല്ലെ, വിസിലിന്റെ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേൾക്കാൻ കഴിയും അല്ലെ. അതിൽ നമുക്കത് വ്യക്തമായിട്ട് ഇങ്ങനെ ആ ഒരു സൗണ്ട് അല്ലെ, ആ ട്രെയിനിന്റെ സൗണ്ട് നമുക്ക് ശരിക്കും ആ ഒരു പോമിലയുടെ ഫുള്ള് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ. സോ അപ്പൊ എന്താണ്? ഇത്രയുമാണ് നമ്മുടെ പോയും പോയറ്റിക് ഡിവൈസസും വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പോയം വളരെ സിമ്പിൾ ആണ്. ഇൻഡയറക്റ്റ് മീനിങ് ഒന്നും നോക്കി, നേരിട്ടല്ലാത്ത മീനിങ് ഒന്നും നോക്കി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടില്ല. ഡയറക്റ്റ് അതിന്റെ മീനിങ്ങും അതുപോലെ കുറച്ച് പോയറ്റിക് ഡിവൈസസ് നോക്കാം. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പാർട്ടുമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.